നാട്ടിൽ വന്നാൽ ഒരു ദിവസം അമ്മമ്മനെ അച്ചാച്ചനെ കാണാനുള്ളതാണ് കേട്ടോ. ഈ പ്രാവശ്യത്തെ ലീവിൻ്റെ ആ ദിവസം ഇന്നായിരുന്നു. മൂപ്പർ അവിടെ നിന്ന് പച്ചക്കറിയും പഴമൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തുനിന്ന് ഐസ്ക്രീം വാങ്ങി കഴിക്കുകയായിരുന്നു കേട്ടോ. വരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മമ്മയും അച്ചാച്ചനെ ഞങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് അതുവിൻ്റെ, അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മേൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അവിടെ എത്തിയ ഉടനെ തന്നെ അമ്മമ്മ ഞങ്ങൾക്ക് ചായ തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മൂന്നാളും ഇരുന്ന് കഴിക്കുകയാണ്. അമ്മമ്മ കഴിച്ചില്ല, അമ്മമ്മ കുറച്ച് മുന്നേ കഴിച്ചാന്ന് പറഞ്ഞു. അമ്മമ്മ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് അച്ചാച്ചനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ പരാതിയാണ് ഞങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അച്ചാച്ചൻ്റെ റേഡിയോ ആണേ. ഇതുപോലത്തെ റേഡിയോ വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ വലിയ സംഭവം എന്തോ ആണെന്ന് അച്ചാച്ചൻ, അതൊക്കെ പണ്ട്, ഇപ്പം ഞാനാണ് സംഭവം എന്ന് അതും. അങ്ങനെ രണ്ടുപേരും കൂടി പൊറോട്ട തേപ്പിക്കാനുള്ള എന്തോ പരിപാടിയിലാന്ന് തോന്നുന്നു. അമ്മമ്മയും അച്ചാച്ചനും കൂടി കുറേ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് ആ ബാക്കിലൊക്കെ കാണുന്നത്. പിന്നെ അവരോടൊക്കെ കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇത് അമ്മമ്മ റോഡിൽ വന്നെന്ന് നോക്കുകയാണേ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ ഹെയർ കട്ടൊക്കെ ചെയ്ത് നേരെ വീട്ടിൽ പോയി. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതാ എൻ്റെ അമ്മമ്മേനെ കാണാൻ വന്നതാ കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് മാമനും മാമിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മമ്മയും അനാഗ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ സമയം അവിടെ ഇരുന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ് നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. ഈ കാണുന്ന മരത്തിൽ നിന്ന് ആത്തച്ചക്കയൊക്കെ പറിച്ച് കഴിക്കുകയാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് 1-2 സാധനം എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അമ്മക്ക് പനിയാണെന്നും പറഞ്ഞു. അങ്ങനെ ഒന്ന് വീട്ടിലേക്ക് വന്നതാണ്. ഞങ്ങളവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ചാച്ചനും മോളിയൻ്റെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അമ്മക്ക് പനിയായതുകൊണ്ട് ഞാനാണ് ചായയൊക്കെ ഉണ്ടാക്കിയത്. അച്ഛനത് സ്നാക്സൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറേ സമയം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പയ്യോളിക്ക് പോകാൻ കേട്ടോ. കുറച്ച് സാധനം വാങ്ങാനുണ്ടേ. പയ്യോളിൽ നിന്ന് ഞാനൊരു ചെരുപ്പ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അതും അപ്പുറത്തുനിന്ന് ഒരു പോപ്പിക്കോടൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഈ ഒരു ചെരുപ്പ് ഞാൻ എടുത്തു. നല്ല ഭംഗിയില്ലേ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ.